വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. നമ്മൾ +2 ബയോളജിയിൽ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം ജീനോമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കറിയാം ഡി എൻ എയിൽ സീക്വൻസ്, നൈട്രോജൻ ബേസ് സീക്വൻസ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മേക്കപ്പാണ് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഓർഗാനിസത്തിലെ ടോട്ടൽ ജനറ്റിക് കണ്ടൻറ്റിന് നമ്മൾ ജീനോം എന്ന് പറയും. ഒരു ഓർഗാനിസത്തിൽ ഒരു സെല്ലിൽ കാണുന്ന ടോട്ടൽ DNA കണ്ടൻറ്റ് നമ്മൾ തന്നെ ജീനോം എന്ന് പറയും. അപ്പോൾ ഈ DNA ജനറ്റിക് സീക്വൻസിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ജീവികൾക്ക് ക്യാരക്ടേഴ്സിന് വ്യത്യാസം വരും എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഹ്യൂമൻ ബീയിങ്ങിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഹ്യൂമൻ ബീയിങ്സ് കാണിക്കുന്ന ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിന് കാരണം DNA സീക്വൻസിലുള്ള വ്യത്യാസമായിരിക്കും എന്നുള്ള ധാരണയിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ DNA സീക്വൻസ് ചെയ്യാമെന്നൊരു അംബിഷ്യസ് പ്രോഗ്രാം കുറിച്ച് ആദ്യം ആലോചിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഉണ്ടായത്. ഇനി എന്താണ് ജീനോം? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു DNA കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഒരു ബാക്ടീരിയത്തിനെ സംബന്ധിച്ച്, ബാക്ടീരിയ പ്രോകാരിയോട്ടാണ്, ഒരു ബാക്ടീരിയയിൽ ഒരു സിംഗിൾ DNA മോളിക്യൂളുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മൾ അവിടുത്തെ ജീനോമായിട്ട് പറയുക. ഈ ഹാപ്ലോയിഡ്സിലാണെങ്കിൽ ഹാപ്ലോയിഡ് സെറ്റ് ക്രോമസോംസ് കാണും, അതിൽ മൊത്തം DNA നമ്മൾ ജീനോം എന്ന് പറയും. ഹ്യൂമൻ ബീയിങ്ങിലാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ഡിപ്ലോയിഡ് ആണ് 46 ക്രോമസോംസ് കാണും നമ്മൾ പറയും. എന്നാൽ നമ്മൾ ഈ 46 ക്രോമസോംസ് 23 പെയേഴ്സ് ആണ്. അപ്പം നമ്മളിവിടെ പറയുന്നത് ഹ്യൂമൻ ജീനോം എന്ന് പറഞ്ഞാൽ 22 ഓട്ടോസോംസും പിന്നെ XY എന്നീ സെക്സ് ക്രോമോസോം കൂടെ ചേരുമ്പോഴാണ് ഹ്യൂമൻ ജീനോമായി മാറുക. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 3 × 10⁹ ബേസ് പെയേഴ്സ്, 3 മില്യൺ ബേസ് പെയേഴ്സാണ് ഹ്യൂമൻ ബീയിങ്ങിൽ നമുക്ക് ഉള്ളതെന്ന് അറിയാം. അപ്പോൾ ഈ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മൊത്തം DNA കണ്ടൻറ്റിൻ്റെ സീക്വൻസ് ചെയ്ത ഒരു മെഗാ പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കണ്ടിരുന്നത്. ഇനി ഈ പ്രോജക്റ്റ് 1990-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1990-ലാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത, അപ്പോൾ ഇതിൽ തന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ കാര്യം, അന്ന് ജനറ്റിക് എൻജിനീയറിങ്ങിലെ ജനറ്റിക് എൻജിനീയറിംഗ് മെത്തേഡ്സ് വെൽ ഡെവലപ്ഡ് ആയിരുന്നു. DNA സീക്വൻസ് ചെയ്യാനും അതുപോലെ തന്നെ DNA ഓട്ടോമാറ്റിക്കലായിട്ട് സീക്വൻസ് ചെയ്യുന്ന എക്വിപ്മെൻറ്റ്സ് എല്ലാം അന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പം ഹ്യൂമൻ ബീയിങ്ങിലെ 3 × 10⁹ ബേസ് പെയേഴ്സിനെ സീക്വൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബേസ് പെയർ സീക്വൻസ് ചെയ്യാൻ ഉള്ള ചിലവെന്ന് കണക്കാക്കുന്നത് $3 ആണ്. $3 ഒരു ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് ചെയ്യാൻ ചിലവാകുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ 9 ബില്യൺ മൊത്തം ചിലവ് കണക്കാക്കപ്പെട്ടു. അപ്പോൾ ഇത് വലിയ സംഖ്യയാണ്, ഭീമമായ തുകയാണ്. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ ഇത്രയും ജനറ്റിക് കണ്ടൻറ്റിന് നമ്മൾ സീക്വൻസ് ചെയ്യുമ്പോഴത്തേക്ക് അവ സ്റ്റോർ ചെയ്യുക, അത് വളരെ വലിയൊരു ഡേറ്റയാണ്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ നമ്മൾ നോട്ട്ബുക്കിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ നോട്ട്ബുക്കിൻ്റെ ഒരു പേജിൽ നമ്മൾ 1000 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്താൽ, ഒരു പേജിൽ 1000 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുകയും ആ ബുക്കിന് 1000 പേജസ് ഉണ്ടാവുകയും ചെയ്താൽ അങ്ങനത്തെ 3300 ബുക്സ് വേണ്ടിവരും ഇവ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ. അപ്പം ഈ 3 × 10⁹ ബേസ് പെയറിലെ ന്യൂക്ലിയേറ്റഡ് സീക്വൻസുകളെ നമ്മൾ ഒരു പേജിൽ 1000 ലെറ്റേഴ്സ് വെച്ച് എഴുതുകയാണ്, 1000 നൈട്രോജൻ ബേസ് വെച്ച് എഴുതുകയാണെങ്കിൽ ആ ബുക്കിന് 1000 പേജസ് ഉണ്ടെങ്കിൽ 3300 ബുക്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ വേണം. അപ്പോൾ ഹൈ സ്പീഡ് കമ്പ്യൂട്ടറിൻ്റെ സാധ്യതയെപ്പറ്റി അന്ന് ആരാഞ്ഞിരുന്നു. അപ്പം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ DNA സീക്വൻസ് ചെയ്യുമ്പോഴത്തേക്ക് അവ സ്റ്റോർ ചെയ്യാനായിട്ട് ഹൈ സ്പീഡ് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യകത അന്ന് ആരാഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഡേറ്റ നമ്മൾ ഹൈ സ്പീഡ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡേറ്റ സ്റ്റോറേജായി ഇനി അവയെ റിട്രീവൽ ഓഫ് ഡേറ്റ,
ആവശ്യമുള്ളപ്പം വീണ്ടും ആ ഡേറ്റ എടുക്കാനും ഇനി ആ ഡേറ്റ അനാലിസിസിന് വിധേയമാക്കുക. അപ്പോൾ ഇതിനെല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വേണം. അപ്പം അങ്ങനെ ബയോളജിക്കൽ റിസർച്ചിൽ ഹ്യൂജ് ഡേറ്റ വരുമ്പോൾ അവയെ സ്റ്റോർ ചെയ്യാനും അവയെ അനലൈസ് ചെയ്യാനും അവയെ അസിമുലേറ്റ് ചെയ്യാനൊക്കെ പ്രോഗ്രാം വന്നപ്പോഴത്തേക്ക് ഇത് ഒരു പുതിയ ബ്രാഞ്ച്, ബയോളജിയിൽ ഒരു പുതിയ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. നമ്മൾ അതിനെയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ശാസ്ത്രശാഖയും കൂടി ബയോളജിയിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുഴുവൻ ഹ്യൂമൻ ജീനോമിലെ മുഴുവൻ ന്യൂക്ലിയോറ്റൈഡിനെയും സീക്വൻസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിമായിട്ട് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഗോൾസ് ഓഫ് HGP? ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ അതിന് സർട്ടൺ ഗോൾസ് ഉണ്ടാവും. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഈ 6 ഗോളുകളായിരുന്നു. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ഓൾ ദ അപ്രോക്സിമേറ്റ്ലി 20,000 to 25,000 ജീൻസ് ഇൻ ഹ്യൂമൻ DNA. അപ്പം അന്ന് നമ്മൾ അസംഷനാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത് 20 to 25,000 ജീൻസ് ഹ്യൂമൻ DNAയിലുണ്ട്. ആ ജീനിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി 3 ബില്യൺ കെമിക്കൽ ബേസ് പെയേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ജീനോമിൽ ഇത്രയും കെമിക്കൽ ബേസ് പെയേഴ്സ് ഉണ്ട്. അപ്പോൾ അവയുടെ സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യുക. സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഡേറ്റാ ബേസസ്. ഇപ്പോൾ നോട്ട്ബുക്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിൽ ഡേറ്റാ ബേസിൽ ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡേറ്റ അനാലിസിസ്. ഭാവിയിലെ ഉപയോഗത്തിന് വേണ്ടി ഈ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രീസ്, ഹെൽത്ത്, എനർജി പ്രൊഡക്ഷൻ. അപ്പം അങ്ങനെയുള്ള മറ്റു സെക്ടറിലേക്ക് ഈ ടെക്നോളജീസ്, നമ്മൾ ഈ ഹ്യൂമൻ ജീൻ സീക്വൻസിങ് ടെക്നോളജി മറ്റു സെക്ടറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റെ സാധ്യതകൾ ആരായുക. മാത്രമല്ല ഈ പ്രോജക്റ്റ് നടക്കുന്നതിനിടയ്ക്ക് ഉണ്ടാകുന്ന എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, LC എന്ന് ഷോർട്ട് ഫോമിൽ പറയും, അവയെ അഡ്രസ്സ് ചെയ്യുക, പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോജക്റ്റിനിടയ്ക്ക് വരുന്ന എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവും, സോഷ്യൽ ഇഷ്യൂസ്, അങ്ങനെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് അവയെ അഡ്രസ്സ് ചെയ്യുക എന്നത് കൂടി ഇതിൻ്റെ ഒരു ഗോളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 6 ഗോളും നിങ്ങൾ ഓർക്കുക. ഇനി അടുത്ത ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 1990 ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. 13 ഇയേഴ്സ് ആയിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ കാലാവധി. 2003 ഈ പ്രോജക്റ്റ് അവസാനിച്ചു. ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് USA ആയിരുന്നു. USA ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഇപ്പോൾ ഫണ്ട്, ആവശ്യമുള്ള ഫണ്ട്, നമ്മൾ നേരത്തെ ഫണ്ടിനെ പറ്റി പറയാം, ആ ഫണ്ട് റിലീസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓർഗനൈസേഷൻസായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്, ഇവരായിരുന്നു ആദ്യം ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ബ്രിട്ടനിലെ വെൽക്കം ട്രസ്റ്റ്, തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ വെൽക്കം ട്രസ്റ്റ് ഇതിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു. ഇനി വീണ്ടും തുടർന്ന് പല രാജ്യങ്ങളും, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ പല രാജ്യങ്ങളും ഇതിന് ഫണ്ടിങ്ങിലേക്ക് മുന്നോട്ട് വന്നു. കാരണം ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽബീയിങ്ങിനുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും, ഈ വികസിത രാജ്യങ്ങൾക്ക് പുറമെ മറ്റു പല രാജ്യങ്ങളും ഫണ്ടിങ്ങിനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഒരു മെഗാ പ്രോജക്റ്റായിട്ടാണ് ഇത് മുന്നോട്ട് പോയത്. മാത്രമല്ല ഈ പ്രോജക്റ്റിലേക്ക് ധാരാളം സയൻറ്റിസ്റ്റുമാർ, പല മേഖലകളിലുള്ള ധാരാളം സയൻറ്റിസ്റ്റുമാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. മാത്രമല്ല ഗവൺമെൻറ് ഏജൻസികളും പ്രൈവറ്റ് ഏജൻസികളും എല്ലാം ഒരുമിച്ചിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം ഇതിൻ്റെ പെർസ്പെക്റ്റീവ്സിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ടി ഒരാളുടെ അല്ലെങ്കിൽ കുറച്ച് പേരുടെ DNA അല്ല അവിടെ കളക്ട് ചെയ്തത്. ഒരു സാമ്പിള്, ഡിഫറൻ്റ് ആയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള ഡിഫറെൻ്റ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സാമ്പിളുകളാണ് അവിടെ കളക്ട് ചെയ്തിട്ട് സീക്വൻസിങ്ങിന് ഉപയോഗിച്ചത്. അപ്പോൾ തന്നെ ആ DNA സീക്വൻസിങ്ങിലുള്ള വേരിയേഷൻസ് മനസ്സിലാക്കിയിട്ട് ആ വേരിയേഷൻസ് പഠിച്ചുകൊണ്ട് ഡിസീസുള്ള ആൾക്കാരുടെ DNA വേരിയേഷൻ മനസ്സിലാക്കി ആ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാനും ഭാവിയിൽ മറ്റുള്ളവരിൽ അത് ഡയഗ്നോസ് ചെയ്യാനും അത് ട്രീറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ ഈ പ്രോജക്റ്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇനി മാത്രമല്ല ഇതിൽ നിന്നും ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് കിട്ടുന്ന അറിവ് മാത്രമല്ല, മറ്റു നോൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മോഡലുകളിൽ നിന്നുള്ള അറിവ്, ഈ ചില നോൺ ഹ്യൂമൻ മോഡലുകൾ ഇതിനു മുമ്പ് തന്നെ സീക്വൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അവയിൽ നിന്നുള്ള അറിവും ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കാര്യത്തിന് ഉപയോഗിക്കാം. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ഈ പ്രോജക്റ്റിലൂടെ ആരാഞ്ഞിരുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് മുമ്പ് തന്നെ ജീനോമുകൾ സീക്വൻസ് ചെയ്ത ഓർഗാനിസംസ് ആദ്യം ബാക്ടീരിയത്തിലാണ് ജീനോം സീക്വൻസ് ചെയ്ത് നടത്തിയിട്ടുള്ളത്. എസ്കേർഷ്യ കൊളൈക്കാണ് ഫസ്റ്റായിട്ട് ജീനോം സീക്വൻസ് നടന്നത്. അത് കഴിഞ്ഞാൽ ഈസ്റ്റ് സക്കാരമൈസസ്, ദെൻ സിനോറാബ്ഡിറ്റിസ്. നമുക്കറിയാം ഫ്രീ ലിവിങ് ആയിട്ടുള്ള നോൺ പാത്തോജനിക് നിമാറ്റോഡാണ് സിനോറാബ്ഡിറ്റിസ്. അതിന് ശേഷം ദെൻ ഡ്രോസോഫിലയിലും ജീനോം സീക്വൻസിങ് നടന്നു. ഇനി പ്ലാന്റുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം പാഡി പ്ലാന്റ് റൈസസ് സറ്റീവ, പിന്നെ അരാബിഡോപ്സിസ് തള്ളിയാന എന്ന് പറയുന്ന പ്ലാന്റിലും ഇത് ഹ്യൂമൻ ജീൻ സീക്വൻസിന് മുമ്പായിട്ട് സീക്വൻസിങ് നടത്തിയിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. ഇനി നമ്മൾ മുന്നോട്ട് മെത്തഡോളജീസ്, എന്തൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ പ്രോജക്റ്റിൽ, എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു. ഒന്നാമത്തെ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. എന്താണ് സീക്വൻസിങ് ദ DNA which code for RNA കോഡ് ചെയ്യുക, അല്ലെങ്കിൽ DNA എക്സ്പ്രഷൻ RNA ഫോം ചെയ്യാനായിട്ട് DNA കാണുന്ന ജീനുകളെല്ലാം സീക്വൻസ് ചെയ്തു ആദ്യം. അപ്പോൾ എക്സ്പ്രഷൻ കാണിക്കുന്ന DNA സെഗ്മെൻറ്റുകളെ സീക്വൻസ് ചെയ്തു. അതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ഇനി ടെക്സ്റ്റിൽ പറയുന്നില്ല. സീക്വൻസ് അനോട്ടേഷൻ. അപ്പോൾ ഇതൊരു ബ്ലൈൻഡ് മെത്തേഡായിട്ടാണ് പറയുന്നത്. DNAയിലുള്ള കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ്, DNAയിലെ കോഡിങ്ങും നോൺ കോഡിങ്ങുമായിട്ടുള്ള സെഗ്മെൻറ്റുകളെ സീക്വൻസ് ചെയ്യുക. ആ സീക്വൻസും എക്സ്പ്രസ്ഡ് സീക്വൻസും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് അവയെ പൊസിഷൻ ചെയ്യുക, ഫങ്ഷൻ അനുസരിച്ച് പൊസിഷൻ ചെയ്യുക. അപ്പം സീക്വൻസ് അനോട്ടേഷനിൽ കൂടെ നമുക്ക് മൊത്തം DNAയുടെ സീക്വൻസ് ലഭിക്കും. ആ സീക്വൻസിൽ ഫങ്ഷൻ അനുസരിച്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്ന കോഡിംഗ് സീക്വൻസിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു മെത്തഡാണ് അവർ എടുത്തിരുന്നത്. അപ്പം സീക്വൻസ് അനോട്ടേഷന് വേണ്ടിയിട്ട് അതൊരു ലബോറിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് സെല്ലിൽ നമുക്കറിയാം ക്രോമസോം കാണാം. അപ്പോൾ ഓരോ ക്രോമസോമിലെയും DNA, അപ്പോൾ സെൽ കണ്ടന്റിൽ ഓരോ ക്രോമസോമിലെയും DNA കംപ്ലീറ്റ് സീക്വൻസ് ചെയ്യുക. അപ്പോൾ സീക്വൻസ് ചെയ്യാനായിട്ട് ഈ DNA ആദ്യം നമുക്ക് ഇതിനെ ആംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യാനായിട്ട്, അപ്പോൾ ഈ ചെറിയ സാമ്പിളിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് വെക്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ വെക്റ്റേഴ്സിലേക്ക് ഈ DNA റീകോംബിനൻ്റ് DNA ടെക്നോളജി വഴിയിട്ടാണ് നമ്മൾ വെക്റ്ററിലേക്ക് DNA പ്രവേശിപ്പിക്കുന്നത്. ഈ വെക്റ്ററിനെ നമ്മളൊരു ടാർഗറ്റ് ഓർഗാനിസത്തിൽ കൊടുത്തിട്ട് അതുവഴിയാണ് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് ധാരാളം കോപ്പികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ടാർഗറ്റായിട്ട് നമ്മൾ ബാക്ടീരിയത്തിന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ് വെക്ടറായിട്ട് ഉപയോഗിക്കുക. ടാർഗറ്റായിട്ട് ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ YAS ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. അപ്പം ഹ്യൂമൻ DNA സീക്വൻസ് ചെയ്യാനായിട്ട് സീക്വൻസ് അനോട്ടേഷനിൽ നമ്മൾ വെക്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു. അത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമും ആയിരുന്നു. ഇനി അവയെ ആ വെക്റ്റേഴ്സ് നമ്മൾ ടാർഗറ്റിൽ കൊണ്ടുവരികയും ആ ടാർഗറ്റിൽ ഉപയോഗിച്ച് ധാരാളം കോപ്പിയാക്കി മാറ്റി. ഈ കോപ്പിയെ ഓട്ടോമേറ്റഡ് DNA സീക്വൻസേഴ്സ്, അപ്പോൾ ഓട്ടോമേറ്റഡ് DNA സീക്വൻസേഴ്സ് അവൈലബിൾ ആണ്. ഫ്രെഡറിക് സാങ്ങറുടെ മെത്തേഡ് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുക. അപ്പോൾ ഫ്രെഡറിക് സാങ്ങർ DNA സീക്വൻസ് ചെയ്യാനായിട്ട് വളരെ ഈസിയായിട്ട് DNA സീക്വൻസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിച്ചു. ഇദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് കിട്ടി. മാത്രമല്ല ഒരു പ്രോട്ടീൻ അമിനോ ആസിഡ് സീക്വൻസിനെ കണ്ടുപിടിക്കുന്ന മെത്തേഡും സാങ്ങർ തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ 2 തവണയായിട്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. ഇപ്പോൾ 2 തവണ നോബൽ പ്രൈസ് കിട്ടിയ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ഫ്രെഡറിക് സാങ്ങർ. അപ്പോൾ അദ്ദേഹം ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മെത്തേഡ് അനുസരിച്ച് ഓട്ടോമാറ്റഡ് DNA സീക്വൻസറുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ ഈ DNA എല്ലാം സീക്വൻസ് ചെയ്തതിന് ശേഷം ഇവയെ പിന്നെ ജീൻ പൊസിഷൻ അനോട്ട് ചെയ്യുകയാണ് ചെയ്തത്.
അപ്പോൾ ജീൻ പൊസിഷൻസ് അനോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് ഈ സീക്വൻസ് അനോട്ടേഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സീക്വൻസ് അനോട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജീനിൻ്റെ പൊസിഷൻസ് കാണാം, കോഡിങ് സീക്വൻസ് അല്ലാത്തത് തിരിച്ചറിയാനും കഴിയും. അങ്ങനെ ഓരോ ക്രോമസോമിനും ആണ് സിസ്റ്റമാറ്റിക്കലി അപ്രോച്ച് ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് ക്രോമസോം നമ്പർ 22-നാണ് ആദ്യമായിട്ട് സീക്വൻസിങ് പൂർത്തിയായത്. അങ്ങനെ 22, 21 അങ്ങനെ ക്രോമസോമുകളുടെ സൈസ് കുറയുന്നതനുസരിച്ച് സീക്വൻസിങ് നടന്നു. ഇതിനിടയ്ക്ക് XY എന്നീ ക്രോമസോമുകളുടെ സീക്വൻസ് നടന്നു. 2003 പ്രോജക്റ്റ് അവസാനിച്ചുവെങ്കിലും ക്രോമസോം നമ്പർ 1 സീക്വൻസ് ചെയ്യാൻ പിന്നെയും സമയമെടുത്തു. 2006 ക്രോമസോം 1ൻ്റെ സീക്വൻസിങ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഇനി സീക്വൻസ് അനോട്ടേഷന് ശേഷം അസൈനിങ് ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്സ് ഓൺ ജീനോം. അപ്പോൾ ജീനുകളുടെ അല്ലെങ്കിൽ ജീനോമിൻ്റെ ജീൻ മാപ്പിങ്ങും ഫിസിക്കൽ മാപ്പിങ്ങും ഒരു വെല്ലുവിളിയായിരുന്നു അതിന് ശേഷം. ഫിസിക്കൽ മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ക്രോമസോമുകളിൽ ടീലോമിയറുകൾ, സെൻട്രോമിയറുകൾ അങ്ങനെ പൊസിഷൻസ് കാണാം. ആ പൊസിഷനിൽ കാണുന്ന നൈട്രോജൻ ബേസിസിൻ്റെ സീക്വൻസ് അസൈൻ ചെയ്യുക. അതുപോലെ തന്നെ ജീനുകളുടെ പൊസിഷനനുസരിച്ച് ജനറ്റിക് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിലും ഇവർ വിജയിച്ചു, സയൻറ്റിസ്റ്റുമാർ വിജയിച്ചു. കാരണം അതിനിവർ ഉപയോഗിച്ച മാർഗത്തെ ടെക്സ്റ്റിൽ ചെറുതായിട്ട് പറയുന്നുണ്ട്. പോളിമോർഫിസം ഓഫ് എൻഡോന്യൂക്ലിയസ് റെസ്ട്രിക്ഷൻ സൈറ്റുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മൈക്രോ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ്. അപ്പം DNA-യിൽ ധാരാളം റെപ്പറ്റേറ്റീവ് സീക്വൻസസ് കാണാം. അപ്പോൾ ടാൻഡം റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണ്. അപ്പം സാധാരണ റാൻഡമായിട്ട് ചിലപ്പോൾ ചില സീക്വൻസ് നമുക്ക് കാണാം. റാൻഡമായിട്ട് ഒരു പ്രത്യേക വ്യവസ്ഥ ഇല്ലാതെ കാണുന്ന നമ്മൾ റാൻഡം എന്ന് പറയുക. എന്നാൽ പ്രത്യേക വ്യവസ്ഥയോടുകൂടി കാണുന്നത് നമ്മൾ ടാൻഡം എന്നാണ് വിളിക്കുക, ടാൻഡം. അപ്പം ഈ DNA-യിലുള്ള വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് അഥവാ മൈക്രോ സാറ്റലൈറ്റ്സുകളുടെ അടിസ്ഥാനത്തിലും ഇവർ DNA-യിൽ ഈ ജീനോമിൻ്റെ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് സൃഷ്ടിച്ചെടുത്തായിട്ട് ടെക്സ്റ്റിൽ ഷോർട്ടായിട്ട് പറയുന്നു. ഡീറ്റെയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി നമ്മൾ ഹ്യൂമൻ ജീനോമിൻ്റെ ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഹ്യൂമൻ ജീനോമിൽ എന്തെല്ലാം ജീനുകളുണ്ടെന്നും ഹ്യൂമൻ ജീനോമിൻ്റെ പ്രത്യേകത എന്താണെന്നും റിയലായിട്ടൊരു പിക്ചർ നമുക്ക് ഈ പ്രോജക്റ്റിന് ഔട്ട്കമായിട്ട് കിട്ടുന്നു. അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ആ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ദ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3164.7 മില്യൺ ബേസ് പെയർസ്. ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ എത്ര മില്യൺ ബേസ് പെയർസ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഇപ്പം കൃത്യമായിട്ട് ഈ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ എത്ര മില്യൺ ബേസ് പെയർസ് ഹ്യൂമൻ ജീനോമിലുണ്ടെന്ന് കൃത്യമായ കണക്ക് നമുക്ക് ലഭിച്ചു. 3164.7 മില്യൺ ബേസ് പെയർസ്. ദി ആവറേജ് ജീൻ, സെക്കൻഡ് പോയിന്റ്, ദി ആവറേജ് ജീൻ കൺസിസ്റ്റ് ഓഫ് 3000 ബേസ്. ഇപ്പോൾ ഒരു ജീനിൽ സാധാരണ ആവറേജ് ആയിട്ട് കാണുന്നത് 3000 ബേസസ് ആണ്. അപ്പോൾ ആ 3000 ബേസസ് ആവറേജ് കാണുന്ന ജീനുകളാണ് ഹ്യൂമൻ ബീങ്ങിൽ കാണുന്നത്. ബട്ട് സൈസസ് വേരി ഗ്രേറ്റ്ലി. ചിലപ്പോൾ സൈസ് വേരി ആയിരിക്കുന്ന കാണാം. ഫോർ എക്സാമ്പിൾ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ജീനിൻ്റെ ലെങ്ത് 2.4 മില്യൺ ബേസ്. ഇപ്പോൾ ഹ്യൂമൻ ബീങ്ങിലെ ലാർജസ്റ്റ് നോൺ ജീൻ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന ജീനാണ്. 2.4 മില്യൺ ബേസ് ആണ്. X ക്രോമസോമിലാണ് അതിൻ്റെ സ്ഥാനം എന്ന് വരെ നമ്മളിന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 30,000. അപ്പോൾ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഹ്യൂമൻ ബീങ്ങിൽ 30,000 ജീൻസാണ് ഉള്ളതെന്ന് അറിയാം. നേരത്തെ നമ്മൾ വിശ്വസിച്ചിരുന്നത് 80,000 to 1,40,000 ജീൻസ് ഉണ്ട് എന്നുള്ളൊരു ധാരണയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ധാരണ മാറി. ഇപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഹ്യൂമൻ ബീങ്ങിൽ 30,000 ജീൻസാണുള്ളത് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് all nucleotide bases, that is 99.9%, are exactly same in all people. എല്ലാ ആൾക്കാരിലും DNA സീക്വൻസ് വളരെ സിമിലർ ആണ്. സിമിലർ എന്ന് പറഞ്ഞാൽ 99.9% എല്ലാ ഹ്യൂമൻ ബീങ്ങിലും ഈ ന്യൂക്ലിയോറ്റൈഡ് ബേസസ് എക്സാക്ട്ലി സെയിം ആണ്. വ്യത്യാസം എന്ന് പറയുന്നത്
1% മാത്രമാണ് ഹ്യൂമൻ ബീയിങ് തമ്മിൽ ഈ ന്യൂക്ലിയോറ്റൈഡ് ബേസിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ദ ഫങ്ഷൻസ് ആർ അൺനോൺ ഫോർ ഓവർ 50% ഓഫ് ഡിസ്കവേർഡ് ജീൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജീനുകളുടെ എണ്ണം പറഞ്ഞു. അതിൽ തന്നെ മോർ ദാൻ 50% ജീനുകളുടെ ഫങ്ഷൻ നമുക്ക് എന്നും അറിയില്ല. ഇനി അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനി 5ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ലെസ് ദാൻ 2% ഓഫ് ദ ജീനോം കോഡ്സ് ഫോർ പ്രോട്ടീൻ. പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീനുകളെന്ന് പറയുന്നത് ലെസ് ദാൻ 2% ആണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ DNA എല്ലാ സീക്വൻസും പ്രോട്ടീനെ കോഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ RRനെയും TRനെയും കോഡ് ചെയ്യുന്ന ജീനുകളൊക്കെ കാണാം. എന്നാൽ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 20% ഓഫ് ദ ജീനോം ആണ്. ഇനി റിപ്പീറ്റഡ് സീക്വൻസ് മേക്ക് എ വെരി ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം. അപ്പം ലെസ് ദാൻ 2% ഓഫ് ജീനോം പ്രോട്ടീനെ കോഡ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി ധാരാളം പോർഷൻ, ജീനോമിലെ മെജോറിറ്റി പോർഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് സീക്വൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രോട്ടീനും കോഡ് ചെയ്യാത്ത റിപ്പീറ്റഡ് സീക്വൻസ് ധാരാളം ഹ്യൂമൻ ജീനോമിൽ കാണാം. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആർ സ്ട്രക്ചേഴ്സ് ഓഫ് DNA സീക്വൻസ് ദാറ്റ് ആർ റിപ്പീറ്റഡ് മെനി ടൈംസ്. ഇപ്പോൾ റെപ്പറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ഓഫ് DNA സീക്വൻസ്, ചില DNA സീക്വൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ATTGC, ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു, ATTGC ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്യുക? 100 to 1000 ടൈംസ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് നമ്മൾ റെപ്പറ്റേറ്റീവ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ദേ ആർ തോട്ട് ടു ഹാവ് നോ ഡയറക്റ്റ് കോഡിംഗ് ഫങ്ഷൻസ്. ഡയറക്റ്റ് കോഡിംഗ് ഫങ്ഷൻസ് ഇല്ല, പക്ഷേ ദേ ഷെഡ് ലൈറ്റ് ഓൺ ക്രോമസോം സ്ട്രക്ചർ, ഡൈനാമിക്സ് ആൻഡ് എവല്യൂഷൻ. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അവയെ തിരിച്ചറിയാനും ക്രോമസോമിൻ്റെ ബിഹേവിയർ അറിയാനും ഹ്യൂമൻ എവല്യൂഷനെ പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്താനും ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസിൻ്റെ പ്രസൻസ് സഹായിക്കും. ഇനി അടുത്ത 8ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ക്രോമസോം 1 ഹാസ് മോസ്റ്റ് ജീൻസ്. ക്രോമസോം 1 നമ്പർ 1 ഇതാണ് ഏറ്റവും അവസാന സീക്വൻസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിലാണ് ഏറ്റവും കൂടുതൽ ജീനുകളുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. 2986 ജീൻസാണ് അതിലുള്ളത്. ഇനി ഏറ്റവും കുറവ് ജീൻസ് നമുക്കറിയാം Y ക്രോമസോമിലാണ്. ഏറ്റവും ചെറിയ ക്രോമസോം Y ക്രോമസോമാണ്, അത് സെക്സ് ക്രോമസോമാണ്. അതിൽ ഏറ്റവും കുറവ് കാണാൻ 231 ജീൻസാണ് അതിലുള്ളത്. ഇനി അവസാനത്തെ പോയിന്റ്, സയൻറ്റിസ്റ്റ് ഹാവ് ഐഡൻറ്റിഫൈഡ് അബൌട്ട് 1.4 മില്യൺ ലൊക്കേഷൻസ് വെയർ സിംഗിൾ ബേസ് DNA ഡിഫറൻസസ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒറ്റ ബേസ് പെയറിൻ്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. കുറേ ഹ്യൂമൻ ബീയിങ്ങിനെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്നെല്ലാം സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഈ ഹ്യൂമൻ ജീനോം സീക്വൻസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പലതരം സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 1.4 മില്യൺ ലൊക്കേഷൻസിൽ ഒരു ന്യൂക്ലിയോറ്റൈഡ് ബേസ് പെയറിൻ്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സിമിലറായിട്ട് കണ്ടു. നമ്മളതിനെ സിംഗിൾ ന്യൂക്ലിയോറ്റൈഡ് പോളിമോർഫിസം എന്ന് വിളിക്കും. ഷോർട്ട് ഫോമായിട്ട് SNPs അല്ലെങ്കിൽ തന്നെ സ്നിപ്സ് എന്ന് പ്രൊണൗൺസ് ചെയ്യും. This information promises to revolutionize the processes of finding chromosomal locations for disease-associated sequences and tracing human history. അപ്പോൾ 2 കാര്യങ്ങൾക്ക് ഈ സ്നിപ്സ് ഉപയോഗപ്പെടുന്നു. ഇതിനൊക്കെയാണ് ഒന്ന്, ഈ ഡിസീസസ് ഉണ്ടാക്കുന്ന ജീനിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു ജീനിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഒരു മാർക്കിംഗ് പോയിൻ്റായിട്ട് നമുക്ക് ഈ സ്നിപ്പിനെ ഉപയോഗിക്കാം. അപ്പോൾ ഡിസീസ് കോസിങ് ജീനുകളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഹ്യൂമൻ ഹിസ്റ്ററി, ജനറ്റിക് ബേസിസിൽ ഹ്യൂമൻ ഹിസ്റ്ററി ട്രേസ് ചെയ്യാനും ഒക്കെ ഈ സ്നിപ്സ് സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വളരെ ഷോർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഇൻ ഡെപ്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ആപ്ലിക്കേഷൻസ് ആൻഡ് ഫ്യൂച്ചർ ചലഞ്ചസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ നോക്കുമ്പോഴേ അറിയാൻ പറ്റും ഇതൊരു ന്യൂ അപ്രോച്ചാണ്. ഇവിടെ സാധാരണ റിസർച്ച് ഒരു സയൻറ്റിസ്റ്റ് ഏതെങ്കിലും ഒരു ജീനിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജീൻ ആക്ഷനെ പറ്റി അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റിനെ പറ്റി മാത്രമാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു ഹ്യൂജ് പ്രോജക്റ്റാണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമായതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന് പോലും ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യമായതുകൊണ്ട് ഇവിടെ പുതിയ അപ്രോച്ച്, ധാരാളം രാജ്യങ്ങളിൽ നിന്നും ഇതിനുള്ള സഹകരണം ഉണ്ടായി. ധാരാളം സയൻറ്റിസ്റ്റുമാർ ഇതിലേക്ക് മുന്നോട്ട് വന്നു. പല മേഖലയിലുള്ള സയൻറ്റിസ്റ്റുമാർ മുന്നോട്ട് വന്നിട്ട് മൊത്തത്തിൽ ഒരു ജീനോമിലെ തന്നെ മുഴുവൻ ജീനുകളെയും ഒരുമിച്ച് പഠനത്തിന് വിധേയമാക്കുന്ന ഒരു അപ്രോച്ചാണ് ഇതിലെടുത്തിട്ടുള്ളത്. അതുതന്നെ എന്തിന് ഇറ്റ് ഓപ്പൺസ് ന്യൂ അപ്രോച്ച് ഓഫ്
ആൻസറിങ് ക്വസ്റ്റ്യൻ സിസ്റ്റമാറ്റിക്കലി ഇൻ ബ്രോഡർ സ്കെയിൽ. അപ്പോൾ ചില സയൻസ് ബയോളജിയിലെ ചില ഇഷ്യൂസിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ബ്രോഡർ സ്കെയിലിൽ ആൻസർ ചെയ്യാനുള്ള ഒരു അപ്രോച്ച് ഈ പ്രോജക്റ്റിൽ കൂടെ തുറന്നു വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അപ്പോൾ ഇതിൻ്റെ ഭാഗം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഓർ ട്യൂമേഴ്സ്. ടിഷ്യൂസിലോ ഓർഗൻസിലോ ട്യൂമേഴ്സിലോ ഉള്ള ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ്, പല ജീനുകൾ, ധാരാളം ജീനുകൾ ഒരുമിച്ച് ആക്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ജീനുകളുടെ ഈ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം വഴിയുള്ള ഒരു ആക്ഷൻ ഈ ടിഷ്യൂസിലോ ഓർഗൻസിലോ ട്യൂമേഴ്സിലൊക്കെ ഉണ്ടാകണമെങ്കിൽ അവയെല്ലാം ഭാവിയിൽ നമുക്ക് വീണ്ടും അതിനുള്ള ആൻസർ കണ്ടെത്താം എന്നുള്ള സൂചനയും കൂടെ ഈ അപ്രോച്ച് കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി കിട്ടിയ ഇൻഫർമേഷൻസ് ഹ്യൂമൻ്റെ വെൽബീയിങ്ങിനുള്ള ഇനി ഫ്യൂച്ചർ ഗവേഷണത്തിനോട് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു വിൻഡോയും കൂടി ഇത് ഓപ്പൺ ഇടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് റെഫേഴ്സ് ടു. ESTs refers to എന്താണ്? ഓപ്ഷൻസ് വായിക്കാം. ഓൾ ജീൻസ് വെദർ എക്സ്പ്രസ്ഡ് ഓർ അൺഎക്സ്പ്രസ്ഡ് അല്ല. ഓൾ ജീൻസ് വെദർ എക്സ്പ്രസ്ഡ് ഓർ അൺഎക്സ്പ്രസ്ഡ് ആൻസർ അല്ല. സർട്ടൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രസ്ഡ് ജീൻസ് അതുമല്ല. ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA അതാണ്. അപ്പോൾ ഇവിടെ എന്തിനെങ്കിലും കോഡ് ചെയ്യുന്ന സീക്വൻസുകളെ എടുത്തിട്ട് അവയാണ് നമ്മൾ സീക്വൻസ് ചെയ്തത്. അപ്പോൾ എക്സ്പ്രഷൻ നടത്തുക, എന്തെങ്കിലും തരത്തിൽ എക്സ്പ്രസ് ചെയ്യുക, പ്രോട്ടീനായിട്ട് മാത്രമല്ല, പ്രോട്ടീനായിട്ടോ അല്ലെങ്കിൽ RNA ആയിട്ടോ എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ ജീനുകളെയും എടുക്കുക. അതാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഫോർത്ത് ഓപ്ഷൻ, ആൾ ജീൻസ് ആർ എക്സ്പ്രസ്ഡ് ആസ് പ്രോട്ടീൻസ്. പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളെ മാത്രം എടുത്താൽ കഴിയില്ല. കാരണം mRNA ഉണ്ടാക്കുന്ന ജീനുകൾ മാത്രമേ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ അത് പോരാ, tRNAയും rRNAയും ആ സീക്വൻസ് എല്ലാം വേണം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിന് ആൻസറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ഓൾ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് 2022 ക്വസ്റ്റ്യനാണ്. 2022 ക്വസ്റ്റ്യനാണ്. നോക്കാം. ഇഫ് എ ജെനറ്റിസിസ്റ്റ് യൂസസ് ദ ബ്ലൈൻഡ് അപ്രോച്ച് ഫോർ സീക്വൻസിങ് ദ ഹോൾ ജീനോം ഓഫ് ആൻ ഓർഗാനിസം followed by assignment of function to different segments, the methodology adopted by him is called. അപ്പോൾ ഇത് നമ്മൾ ടെക്സ്റ്റിലെ സെൻറ്റൻസ് ആണ്. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ സെക്കൻഡ് മെത്തഡോളജി ആയിട്ട് അവിടെ പറയുന്ന അതിൻ്റെ ആ തിയറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജെനറ്റിസിസ്റ്റ് ബ്ലൈൻഡായിട്ട് ഒരു ഹോൾ ജീനോമിലുള്ള എല്ലാത്തിനെയും സീക്വൻസ് ചെയ്യുന്നു, കോഡിങ്ങിനെയും നോൺ കോഡിങ്ങിനെയും സീക്വൻസ് ചെയ്യുന്നു. എന്നിട്ട് അവയെ ഫങ്ഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ അപ്രോച്ച് എന്ന് പറയുന്നത് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുന്ന അപ്രോച്ചാണ്. ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ, കോമൺലി യൂസ്ഡ് വെക്ടേഴ്സ് ഫോർ സീക്വൻസ് അനോട്ടേഷൻ മെത്തഡ് ഇൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സീക്വൻസ് അനോട്ടേഷനിൽ നമ്മൾ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് DNA കിട്ടുന്നു. അതിന് വെക്ടറിൽ റിക്കോമിനൻ്റ് ടെക്നോളജി വെക്ടറിനൊക്കെ ഇട്ട് ആ വെക്ടറിനെ നമ്മൾ ടാർഗറ്റ് സെല്ലുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നു. എങ്കിലാണ് അവയെ നമുക്ക് ധാരാളം കോപ്പികൾ വേണം. അപ്പോൾ സീക്വൻസ് അനോട്ടേഷന് ധാരാളം കോപ്പികൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച വെക്ടേഴ്സ് എന്ന് പറയുന്നത് BACയും YACയുമാണ്. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമുമാണ്. കാരണം ഇവിടെ ടാർഗറ്റായിട്ട് നമ്മൾ എടുത്ത ഓർഗാനിസംസ് ബാക്ടീരിയയും ഈസ്റ്റുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഹിസ്റ്ററി ഓഫ് ബയോളജി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ്. നമ്മൾ പഠിച്ചതാണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ബയോളജിയുടെ ഒരു പുതിയ ബ്രാഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തിന് കൂടി വഴി തുറന്നു. ആ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ബയോ ഇൻഫർമാറ്റിക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിൽ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്താൽ വലിയ ഡേറ്റയാണ്, ലാർജ് ഡേറ്റയാകുമ്പോൾ അതിനെ അസിമുലേറ്റ് ചെയ്യാൻ ഹ്യൂമന് കഴിയില്ല. അപ്പോൾ നമ്മൾ മെഷീൻ്റെ സഹായത്താൽ, മെഷീൻ ലാംഗ്വേജിൻ്റെ സഹായത്തിലാണ് ആ ഡേറ്റയെല്ലാം പ്രോസസ്സ് ചെയ്ത് ഇന്നിപ്പം വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു പുതിയ ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, വിച്ച് ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ
സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഇൻകറക്റ്റ്. അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം കൺസ് ഓഫ് 3164.7 മില്യൺ ബേസ് പേഴ്സ് ആൻഡ് അബൌട്ട് 30,000 ജീൻസ്. അത് വളരെ ശരിയായിട്ടുള്ള ഒരു തെറ്റും ആ സ്റ്റേറ്റ്മെൻറ്റിലില്ല. ഹ്യൂമൻ ജീനോമിൽ എത്ര ബേസ് പേഴ്സ് ഉണ്ടെന്നും എത്ര ജീൻസ് ഉണ്ടെന്നും വ്യക്തമായിട്ട് പറയുന്നു. ദി ആവറേജ് ജീൻ സൈസ് 3000 ബേസ് പെയർ. ശരിയാണ്. ഡിസ്ട്രോഫിൻ ഇസ് എ ലാർജസ്റ്റ് നോൺ ജീൻ. നമുക്കറിയാം 2.4 മില്യൺ ന്യൂക്ലിയോറ്റൈഡ് പെയർസ് അവിടെ കാണുന്നറിയാം. അപ്പോൾ ഏറ്റവും വലിയ ജീന് ഡിസ്ട്രോഫിനാണ്. ഡിസ്ട്രോഫിൻ പ്രോട്ടീൻ കോഡിംഗ് ജീനാണ്. 3000 ബേസ് പേഴ്സ് ആണ് ആവറേജ് ഒരു ജീനകത്ത് കാണുക. തേർഡ് ഓപ്ഷൻ ക്രോമസോം 1 ഹാസ് മോസ്റ്റ് ജീൻസ് 2968 ആൻഡ് Y ഹാസ് ദ ഫ്യൂവസ്റ്റ് 231. വളരെ ശരിയാണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ നോക്കൂ. റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിൽ കൂടുതൽ മജോറിറ്റി പോർഷനിൽ നമുക്ക് റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ആണ് കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഫോർത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിയുന്നു. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.